കൊയിലാണ്ടി എം.എൽ.എ. കാനത്തിൽ ജമീലയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ് നേതാക്കൾ. ലാളിത്യമാർന്ന ഇടപെടലിലൂടെ പൊതുസമൂഹത്തിന്റെ അംഗീകാരം നേടിയ നേതാവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറിയിരുന്ന നേതാവായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നാടിന്റെ വികസനത്തിന് ശക്തമായ ഇടപെടൽ നടത്തിയ സൗമ്യമായ പെരുമാറ്റത്തിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വനിതാ നേതാവിനെയാണ് നഷ്ടമായതെന്ന് മന്ത്രി A.K. ശശീന്ദ്രൻ അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചർച്ചയിൽ വളരെ ശക്തമായി ഇടപെട്ട MLA എന്ന് നിയമസഭാ സ്പീക്കർ A.N. ഷംസീർ. എൻ്റെ ജീവിതം മുഴുവൻ പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരു സമർപ്പിത ജീവിതമായിരുന്നു സഖാവ് ജമീലക്ക് ഉണ്ടായിരുന്നത്. കാനത്തിൽ ജമീലയുടെ അകാലത്തിലുള്ള ഈ വിയോഗം അവരുടെ കുടുംബത്തിന് താങ്ങാനാവാത്ത ആഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജമീലയെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകരും അല്ലാത്തവരും ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ ദുഃഖത്തോടൊപ്പം പാർട്ടി സംസ്ഥാന കമ്മിറ്റി പങ്കുചേരുകയാണ്. ഞാനുമായും കഴിഞ്ഞ ഒരു 10-16 വർഷക്കാലത്തെ നല്ല സൗഹൃദമായിരുന്നു. ഏത് കാര്യങ്ങളും പരസ്പരം സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നു. ഞാൻ ചെന്നൈ ആശുപത്രിയിൽ അവരെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോഴും എൻ്റെ ഒരു ആത്മവിശ്വാസം തിരിച്ചു വരും എന്നുള്ളതായിരുന്നു. പക്ഷേ അവരുടെ ഈ വേർപാട് തീർത്തും ദുഃഖകരമാണ്, നാടിന് വലിയ നഷ്ടമാണ്. അവരുടെ ഈ ഒരു അകാല വേർപാടിൽ എൻ്റെ വ്യക്തിപരമായ അനുശോചനം രേഖപ്പെടുത്തുന്നു, ദുഃഖം രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ രാഷ്ട്രീയമായ വ്യത്യസ്തമായ ചേരികളിലാണെങ്കിൽ പോലും വലിയ നല്ല ആത്മബന്ധമായിരുന്നു. അത് നിയമസഭയിൽ അതിശക്തമായി ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയും നിയമസഭയ്ക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോകുന്നത്, ഭക്ഷണം കഴിക്കാൻ പോകുന്നത് എല്ലാം ഒന്നിച്ചാവും. ആ ഒരു സ്നേഹം അതാണ് പലപ്പോഴും എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വ്യത്യസ്തമായ രാഷ്ട്രീയമോ ആശയങ്ങളോ ഒക്കെ ആണെങ്കിൽ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ, സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ ഒക്കെ കാണിക്കുന്നൊരു, പ്രത്യേകിച്ചും ഞങ്ങളെയൊക്കെ വേദനയിൽ പലപ്പോഴും ആ കാര്യങ്ങൾ പറയുകയും പലപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അത്രയും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനം അവരെ വീട്ടിൽ പോയി കണ്ടിരുന്നു. നല്ല ആത്മവിശ്വാസത്തിലാണ്. ഈ അസുഖത്തെ മറികടക്കാനാകുമെന്ന് പൊതുവെ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. നല്ല ആത്മവിശ്വാസത്തിൽ അതിനെ മറികടക്കാൻ പറ്റുന്ന നിലയിലേക്ക് അപ്പോഴും നിയോജക മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തുകയും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയായിരുന്നു. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ മാതൃകയാണ് സഖാവ് കാനത്തിൽ ജമീല. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.